എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. യൂട്യൂബിൽ തന്നെ ഒരു മിസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞൊരു ചാനലിൽ ഒരു ഷെഫ് ട്രൈ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് വരാനും നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടാനും ഈ ഒരു മെത്തേഡ് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ട്രൈ ചെയ്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 2 വലിയ പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഒട്ടും വെള്ളമില്ലാതെ എടുത്തു വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന മസാലയുടെ ഫ്ലേവർ ചിക്കനിലേക്ക് കിട്ടാൻ വേണ്ടി ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ഒരു ഫ്ലേവർ ചിക്കൻ്റെ മീറ്റിലേക്കൊക്കെ നന്നായി ഇറങ്ങി കിട്ടുള്ളൂ. ചിക്കൻ മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് മസാല തയ്യാറാക്കലാണ്. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു 6-7 വറ്റൽമുളക് എടുക്കാം. കശ്മീരി വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് എരിവുണ്ടാവില്ല, കളറുണ്ടാവും. എരിവുള്ള വറ്റൽമുളക് എടുക്കുന്നവർ അതിൻ്റെ ഉള്ളിൽ ആ ഒരു തരി കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എരിവ് കുറവായി കിട്ടും. അതുപോലെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഈ ഒരു കശ്മീരി വറ്റൽമുളകാണെങ്കിൽ അധികം എരിവുണ്ടാവില്ല, നല്ല കളറും കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 7 എണ്ണം വരെയൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് ഒന്ന് കുതിർത്തി വയ്ക്കാം. ഇതൊരു 10 മിനിറ്റൊക്കെ വരെ കുതിർത്തി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ആദ്യമേ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഗരം മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു 2 ചെറിയ കഷ്ണം പട്ട, ഒരു ചെറിയ പീസ് ജാതിപത്രി, 4-5 ഏലക്ക, 4-5 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ വീതം മല്ലി, ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം, ഷാജീരകം അല്ലെങ്കിൽ സാജീരകം, പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം. 3 തരം ജീരകങ്ങളും 1 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ തന്നെയാണ് മല്ലി എടുത്തിട്ടുള്ളത്. ഒരു പാനിൽ ഇത് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു മസാലയാണ് നമ്മൾ ഇതിലേക്കുള്ള ഗരം മസാലയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഇവിടെ ചെറിയ ജാറിലേക്ക് 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, 7-8 വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചത്, ഒരു 10 മുതൽ 12 വരെ ചെറിയുള്ളി എടുക്കാം. ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഇഞ്ചി ചേർക്കുന്ന സമയത്ത് ഒന്ന് മുറിച്ചിടാൻ ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നന്നായി അരഞ്ഞു കിട്ടൂ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹോൾ പെപ്പർ കോൺസ് അല്ലെങ്കിൽ കുരുമുളക് മുഴുവനായിട്ട് ഇടാം. അതില്ലാത്തവർ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ മതി. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുതിർത്തി വെച്ചിട്ടുള്ള വിനാഗിരിയും മുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മിക്സിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. 2-3 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു ഓയിൽ ചേർക്കണം. ഞാനിവിടെ ഓയിൽ ചേർത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിന് പകരം ഏതെങ്കിലും മണമില്ലാത്ത റിഫൈൻഡ് ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം.
മാരിനേറ്റ് ചെയ്യാൻ ഈ മുഴുവൻ മസാല ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിരിക്കും ഉണ്ടാവുന്നത്. ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള മസാല ഒന്ന് മാറ്റി വയ്ക്കണം. അത് നമുക്ക് അവസാനം ആവശ്യമുണ്ട്. ഈ കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ കൂട്ട് ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് നല്ലപോലെ മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്ത് എത്ര നേരം വെക്കുന്നോ അതനുസരിച്ച് ചിക്കൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഇറങ്ങാനും പിടിക്കാനും നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് റാപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി സമയമുള്ളവരാണെങ്കിൽ തലേ ദിവസം ഇതുപോലെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഒരു ഹോൾ ഡേ ഒക്കെ ഫ്രിഡ്ജിലിരുന്നാൽ ഇതിലേക്ക് നല്ലപോലെ തണുപ്പ് പിടിച്ച് റെഡിയാക്കി കിട്ടും. അതിന് ശേഷം ഇത് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഒരു നൈറ്റിൽ കൂടുതൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. ഇനി അതിലും കൂടുതൽ സൂക്ഷിക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ അത് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കുക. ഇത് തയ്യാറാക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഒന്ന് പുറത്തെടുത്ത് വെച്ച് മുഴുവൻ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഇത് തയ്യാറാക്കിയെടുക്കുക. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ആയാലും നല്ല ടേസ്റ്റിയാണ്. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കും തോറും ചിക്കനിലേക്ക് ആ ഒരു ഫ്ലേവർ ഇറങ്ങാൻ ഹെൽപ്പ് ചെയ്യും. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ ഒരു മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാനലിൽ കണ്ടതാണ്. ഒരു പാൻ വയ്ക്കാം, അതിലേക്കൊരു കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വീതം 2 വശവും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 1 മിനിറ്റ് മാത്രമാണ് ഒരു സൈഡ് വേവിച്ചെടുക്കേണ്ടത്. ചിക്കൻ അത്യാവശ്യം ഒരു പകുതി വേവ് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. ഇതുപോലെ വെക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ നിങ്ങൾ എടുക്കുന്ന പാൻ കുറച്ച് ചുവട് കട്ടിയുള്ള പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടും കട്ടിയില്ലാത്ത പാനൊക്കെ എടുത്താൽ പെട്ടെന്ന് തന്നെ ആ ഒരു പുകയൊക്കെ വന്ന് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ ചുവട് കട്ടിയുള്ള പാൻ എടുക്കാൻ ശ്രദ്ധിക്കണം. 1 മിനിറ്റിന് ശേഷം അടുത്ത സൈഡ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അതും 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. കുക്ക് ചെയ്തെടുത്തതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു മെത്തേഡിലാണിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഒരു ഫോയിൽ പേപ്പർ എടുക്കാം. ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ് രീതി ചെയ്യുന്നത്. ഇനി ഫോയിൽ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ നല്ല വാഴയില ഉണ്ടെങ്കിൽ അതും എടുക്കാം. നമ്മൾ ഈ മീനൊക്കെ പൊള്ളിച്ചെടുക്കുന്നത് പോലെ വാഴയിലയിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഫോയിൽ പേപ്പർ ഇല്ലാത്തവർക്ക് അത് ചെയ്യാം. ഫോയിൽ പേപ്പർ ഉള്ളവർ ഫോയിൽ പേപ്പർ തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയതിൽ ബാക്കി കുറച്ച് മസാല ഉണ്ടാവും. ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ മുകളിലേക്കും ബാക്കിയുള്ള മസാല വെച്ച് കൊടുക്കാൻ പാകത്തിന് കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കണം. ഇനി ഈ ഒരു പാനിൽ കരിയാത്ത മസാലകൾ ഉണ്ടെങ്കിൽ അതുകൂടി എടുത്ത് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മസാലകളൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ബട്ടറാണ്. ബട്ടർ 1, 2, 3 പീസ് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ച് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവർ ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ സാധാരണ ഗ്രില്ലൊക്കെ ചെയ്തിട്ട് ബട്ടർ മുകളിൽ ആക്കി കൊടുക്കുന്നത് പോലെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തൊരു ഫോയിൽ പേപ്പർ കൂടി വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞെടുത്തതിന് ശേഷം നമ്മളൊരു പാനിൽ വെച്ച് തന്നെയാണിത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ഓവനിൽ വെച്ച് ചെയ്താലും നല്ലതാണ്. ഞാൻ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഇതുപോലെ ചെയ്തിട്ട് ഓവനിൽ വെച്ച് ചെയ്താലും ഏകദേശം ഈ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. നല്ല ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് നേരത്തെ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കേണ്ടത്. ഏറ്റവും ചെറിയ തീയിനെക്കാട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നല്ലത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അടച്ച് വെച്ച് 7 മുതൽ 10 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. ചെറിയ തീയിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ ഒരു സൈഡ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. 10 മിനിറ്റിന് ശേഷം
മറിച്ച് വെച്ചിട്ട് അടുത്ത സൈഡും കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. മിനിമം 7 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഓയിൽ കുറച്ച് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓവനിലൊക്കെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുന്നത് പോലെ നല്ല ജ്യൂസി ആയിട്ടാണ് കിട്ടുന്നത്. നമ്മുടെ ഒരു ചുവട് കട്ടിയുള്ള പാനിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ട് നല്ല ടെക്സ്ചറിലാണ് ആ ഒരു ചിക്കൻ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് തന്നെ ഇത് 7 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തിട്ടെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. കുബൂസിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് പോകുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. റൈസിൻ്റെ കൂടെയും ഇത് നന്നായിട്ട് പോകുന്നുണ്ട്. ഏകദേശം നമ്മൾ മീനൊക്കെ പൊള്ളിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ ചിക്കൻ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു പൊള്ളിച്ച ടേസ്റ്റിനെക്കാട്ടിലും ഒരു ഗ്രിൽഡ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. ആ ഒരു ബട്ടറൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മാറ്റി വയ്ക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ചിക്കനിലേക്ക് ആ ഒരു മസാലയൊക്കെ നന്നായി പിടിക്കും. അങ്ങനെ റെസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. റെസ്റ്റ് ചെയ്തിട്ട് തന്നെ ചിക്കൻ സെർവ് ചെയ്യാനെടുക്കുക. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന റെസിപ്പി ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിലും ചിക്കനിൽ നല്ല ചൂടൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ, നമ്മളിങ്ങനെ അടച്ച് വെച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ ചിക്കൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ജ്യൂസിയാണ്, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. നല്ല ടേസ്റ്റി മസാലയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളൊരു സ്പൂൺ വെച്ചൊക്കെ തൊടുമ്പോൾ തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് മുറിഞ്ഞ് വരുന്ന ഒരു കണക്കിനാണ് ഈ ഒരു ചിക്കൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.